എല്ലാവർക്കും നമസ്കാരം. മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും കൂടുതൽ തകർക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതാരാണ്? അല്ലെങ്കിൽ നമ്മെ സഹായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ആരാണ്? അത് മറ്റാരുമല്ല, അത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും തകർക്കുകയും ചെയ്യുന്നത്. ഒരു ആനയെ ഒരു ചെറിയൊരു കയറിൽ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ കാണാറുണ്ടോ? അതിനുള്ള ശക്തി കൊണ്ട് ആ ഒരു കയർ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിക്കാൻ പറ്റും. പക്ഷേ അത് ശ്രമിക്കില്ല. കാരണം എന്താണ്? വളരെ കുഞ്ഞായിരിക്കുമ്പോൾ പലതവണ ശ്രമിച്ചിട്ടും ആ ആനയ്ക്ക് ആ കയറ് പൊട്ടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അതിൻ്റെ മനസ്സ് വിശ്വസിച്ചു, എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ആ ആന വിശ്വസിച്ചു. അതുകൊണ്ട് അതേ വിശ്വാസത്തോടെ കൂടി ഇരിക്കുന്നു, ആ കയറിനെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നേയില്ല. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. നമ്മൾ നിരന്തരം എന്ത് പറയുന്നു അതിലാണ് കാര്യം. എനിക്ക് ഭാഗ്യമില്ല, എന്നെക്കൊണ്ടത് പറ്റില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന് നിങ്ങൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ടോ? ഇങ്ങനെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. നമ്മൾ എന്തിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ ഉറപ്പായും നടക്കും. ഒരു കാര്യം നമ്മൾ എല്ലാവരും ഓർക്കണം, നമ്മുടെ മനസ്സ് ഒരു തോട്ടം പോലെയാണ്. നമ്മൾ നല്ല ചിന്തകൾ വിതച്ചാൽ ആത്മവിശ്വാസം പൂക്കും, സന്തോഷം വളരും, വിജയം താനേ വരും. പക്ഷേ നമ്മൾ വിതയ്ക്കുന്നത് ഭയം, സംശയം, നെഗറ്റീവ് ചിന്തകളാണ് നമ്മൾ വിതയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് വളരെ നെഗറ്റീവ്ലി തന്നെ ബാധിക്കും. നമ്മൾ ദിവസവും മനസ്സിനോട് പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് കഴിയില്ല എന്നാണോ നിങ്ങൾ പറയാറ്? അല്ലെങ്കിൽ ഇങ്ങനെയാണോ, ഞാൻ ശ്രമിക്കും, ഞാൻ ഉറപ്പായും ശ്രമിക്കും, ഞാൻ വളരാൻ ശ്രമിക്കും എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ആദ്യം വിശ്വസിക്കില്ല, പോകെ പോകെ മനസ്സ് വിശ്വസിക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു പോസിറ്റീവ് തോട്ട്, ഒരു ചെറിയ കോൺഫിഡൻസ്, ഒരു ചെറിയ ഹോപ്പ്, അതെല്ലാം ചേർന്നാൽ തന്നെ ഒരു മനുഷ്യൻ്റെ മുഴുവൻ ജീവിതവും താനേ മാറും. നിങ്ങൾ ഇന്ന് വരെ തോറ്റിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു വേദന അനുഭവിക്കുന്നെങ്കിൽ അത് നാളെ നിങ്ങളുടെ സ്ട്രെങ്ത് ആകും. ഇപ്പോൾ നിങ്ങൾ കരയുന്ന ഒരു കാര്യം നാളെ അത് ചിലപ്പോൾ മറ്റൊരാളെ ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു കഥയാകാം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനോട് നല്ല വാക്കുകൾ മാത്രം പറയണം. എനിക്ക് കഴിയും, എൻ്റെ ജീവിതം അനുനിമിഷം വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു, ഞാൻ വിലപ്പെട്ട ഒരാളാണ്, നല്ല നല്ല കാര്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിതം മാറാൻ നമ്മുടെ സാഹചര്യങ്ങൾ മാറേണ്ട ആവശ്യമില്ല. ആദ്യം മാറേണ്ടത് നമ്മുടെ മനസ്സാണ്. ജീവിതം മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മുടെ മനസ്സാണ്. കാരണം മനസ്സ് ജയിച്ചാൽ നമ്മൾ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കും. ആദ്യം മനസ്സ് ജയിക്കണം. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, ഒരു ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ മനസ്സാണ്. കാരണം ഒരേ സാഹചര്യത്തിലൂടെ വരുന്ന രണ്ട് ആളുകൾ, രണ്ട് വ്യത്യസ്ത ജീവിതങ്ങൾ അവർക്കുണ്ടാകാം. ഒരാൾ തകർന്ന് തരിപ്പിടമായേക്കാം, മറ്റൊരാൾ ഉയർന്നുയർന്നു പോകുന്നത് നമുക്ക് കാണാം. കാരണം എന്താണ്? യഥാർത്ഥത്തിൽ വ്യത്യാസം പുറത്തല്ല, വ്യത്യാസം എവിടെയാണ്? അവരവരുടെ മനസ്സിലാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജയിലുകൾ ഉണ്ടാക്കിയത് ഇരുമ്പുകൾ കൊണ്ടല്ല, അവ നിർമ്മിച്ചിരിക്കുന്നത് എനിക്ക് കഴിയില്ല എന്ന ചിന്തകൾ കൊണ്ടാണ്. എനിക്ക് കഴിയില്ല എന്ന ആ ഒരു ചിന്തകൾ കൊണ്ടാണ്. നമ്മുടെ മനസ്സ് ഒരു മാഗ്നറ്റാണ്. നമ്മൾ സ്ഥിരമായി എന്താണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതുകൊണ്ട് നിങ്ങൾ
ഉറപ്പായി നിങ്ങളുടെ ചിന്തയിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ ഭയത്തെയാണോ ചിന്തിക്കുന്നതെങ്കിൽ കൂടുതൽ കൂടുതൽ ഭയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പ്രതീക്ഷ ചിന്തിച്ചാൽ നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തിലാണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ നല്ലതായിരിക്കും. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ നെഗറ്റീവ്ലി ഒരുപാട് കാര്യം ചിന്തിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ ക്യാൻസൽ ചെയ്ത് വിട്ട് നല്ല നല്ല കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ വേണ്ട നമ്മുടെ അടുത്ത ഗോളിനുള്ള കാര്യങ്ങൾ, നമുക്ക് സന്തോഷം തരുന്ന ചിന്തകൾ നിങ്ങൾ ബോധപൂർവം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സ് ദിവസവും ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നമ്മൾ സൃഷ്ടിക്കുന്നു. നമ്മൾ പർപ്പസ്ഫുള്ളി അല്ലെങ്കിലും അറിയാണ്ട് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നു. എന്തൊക്കെ വരും? എനിക്ക് കഴിയില്ല, എനിക്ക് ഭംഗിയില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് തുടങ്ങിയ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ അറിയാണ്ടെങ്കിലും വരുന്നു. സത്യത്തിൽ ഇത് സത്യങ്ങളല്ല, ഇത് വെറും ചിന്തകളാണ്. ഒരു മേഘം ആകാശത്തിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് ചിന്തകളും അതിലൂടെ കടന്നു പോകും. പക്ഷേ നാം അവയെ വിശ്വസിക്കുമ്പോൾ അവ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമ്മുടെ ജീവിതത്തെ അവ നിയന്ത്രിക്കാൻ തുടങ്ങും. ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറയുകയുണ്ടായി. ഒരു വെള്ളക്കുപ്പി ഉയർത്തി ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു അധ്യാപകൻ ചോദിച്ചു, ഇതിൻ്റെ ഭാരം എത്രയാകും? പല കുട്ടികളും പല പല ഉത്തരം പറഞ്ഞു. അവസാനം അധ്യാപകൻ തന്നെ ഉത്തരം പറഞ്ഞു, ഭാരം അത്ര പ്രധാനമല്ല, അത് എത്ര സമയം പിടിച്ചു നിൽക്കുന്നു എന്നതിലാണ് കാര്യം. 1 മിനിറ്റ് പിടിച്ചാൽ പ്രശ്നമില്ല, 1 മണിക്കൂർ പിടിച്ചാൽ കൈവേദനിക്കും, പക്ഷെ 1 ദിവസം മൊത്തം പിടിച്ചാൽ ആ കൈയുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ചിലർ അത് പെട്ടെന്ന് വിട്ടുകളയും, ചിലർ അത് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കും ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം. അപ്പോൾ ജീവിതം അവർക്ക് ഭാരമായി തോന്നും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ അത് ഉറപ്പായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അവ നമ്മുടെ ഭാവിയെ സൃഷ്ടിക്കുന്നു. രാവിലെ എഴുന്നേറ്റുടൻ അയ്യോ ഇന്നും പ്രശ്നങ്ങൾ മാത്രമാണല്ലോ എന്ന് പറയുന്നവരുടെ ജീവിതം അതുപോലെ തന്നെ നടക്കും. നേരെ മറിച്ച് രാവിലെ എണീറ്റുടൻ ദൈവമേ ഇന്നത്തെ ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുക. എനിക്ക് കഴിയും, ഞാൻ ദിനം പ്രതി വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ബുദ്ധയുടെ ഒരു കോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വാട്ട് യു തിങ്ക് യു ബിക്കം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ വ്യക്തിത്വവും ജീവിതവും അതുപോലെ ആകും. ലോകത്തിലെ വലിയ വിജയങ്ങളെല്ലാം ആദ്യം എവിടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഒരാളുടെ മനസ്സിലാണ്. ഒരു ദിവസം പറക്കുന്ന യന്ത്രം ഉണ്ടാകുമെന്ന് മറ്റുള്ളവരാരും വിശ്വസിച്ചില്ല. പക്ഷെ ആര് വിശ്വസിച്ചു? റൈറ്റ് ബ്രദേഴ്സ് വിശ്വസിച്ചു. ഇരുട്ടിൽ പോലും വെളിച്ചം കണ്ടെത്താമെന്ന് ആര് വിശ്വസിച്ചു? എഡിസൺ വിശ്വസിച്ചു. തോമസ് ആൽവ എഡിസൺ വിശ്വസിച്ചു. 1000 തവണ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം നിർത്തിയില്ല. കാരണം അദ്ദേഹം ആദ്യം ജയിച്ചത് എവിടെയാണ്? പുറത്തല്ല. ആദ്യം ജയിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ്. തോമസ് ആൽവ എഡിസൺ ഇങ്ങനെയാണ് പറഞ്ഞത്, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 ways that won't work. 10,000 വഴികൾ അദ്ദേഹം കണ്ടെത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായില്ല. ജീവിതത്തിൽ എല്ലാവർക്കും ഭയം ഉണ്ടാകും. പക്ഷേ ലൈഫിൽ വിജയിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? അവർ ഭയം ഇല്ലാത്തവർ അല്ല. ഭയത്തേക്കാൾ ഏറെ അവരിൽ തന്നെ വിശ്വസിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. ഒരു ചെറിയ വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അത് മൊത്തം കാണുന്നത് എന്താണ്? ഇരുട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷേ അത് വിശ്വസിക്കുന്നു, ഒരു ദിവസം ഞാൻ വെളിച്ചത്തിലേക്ക് ഉയരും, ഞാൻ വലുതായി വലിയൊരു വൃക്ഷമാകും എന്ന് ആ ഒരു വിത്ത് വിശ്വസിക്കുന്നു. അതല്ലാണ്ട് അത് അവിടെ വിഷമിച്ചുകൊണ്ടാണോ കിടക്കുന്നത്? ഒരിക്കലുമല്ല. ഓപ്ര വിൻഫ്രെ ഇങ്ങനെയാണ് പറഞ്ഞത്, ടേൺ യുവർ വൂൺസ് ഇൻ ടു വിസ്ഡം. നിങ്ങളുടെ മുറിവുകളുടെ നിങ്ങൾ എന്താക്കി മാറ്റണം?
തിരിച്ചറിവാക്കി മാറ്റണം. നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തെയും സ്വാധീനിക്കുന്നു. നമ്മൾ വളരെ വിഷമത്തോടെയാണ് ഇരിക്കുന്നെങ്കിൽ ശരീരം ക്ഷീണിക്കും, നമ്മുടെ ഉറക്കം തന്നെ പോകും, ആരോഗ്യം തന്നെ തകരും. പക്ഷെ നമ്മൾ വളരെ സന്തോഷത്തോടെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ശക്തി നമ്മുടെ ശരീരത്തിനും ലഭിക്കും, ഉറപ്പായും ലഭിക്കും. അപ്പോൾ മനസ്സും ശരീരവും തമ്മിൽ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്. മനസ്സും ശരീരവും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്താണ്. മനസ്സിനെ ബാധിച്ചാൽ അത് ഉറപ്പായും നമ്മുടെ ശരീരത്തെയും ബാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുന്ന വാക്കുകൾ എപ്പോഴും പോസിറ്റീവാക്കി മാറ്റാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിൻ്റെ ശക്തിയെ, മൈൻഡ് പവറിനെ ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? പോസിറ്റീവ് സെൽഫ്. ദിവസവും നിങ്ങളോട് തന്നെ പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കൂ. അതിനെ പറയുന്ന പേരാണ് അഫർമേഷൻസ് അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ. ഞാൻ ഒരു വിലപ്പെട്ട ആളാണ്, എന്നെക്കൊണ്ട് കഴിയും, ഞാൻ അനുദിനം വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് നിങ്ങൾ നിരന്തരം പറയണം. കൃതജ്ഞതാ മനോഭാവം നമ്മൾക്ക് വേണം. നമ്മൾ ഇല്ലാത്തതിൽ മാത്രം ശ്രദ്ധിക്കുന്നതിന് പകരം ഉള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കുറഞ്ഞത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ പ്രൊട്ടക്റ്റ് യുവർ മൈൻഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് ആളുകളിൽ നിന്ന് ഒരു അകലം പാലിക്കുക. എല്ലാ ദിവസവും നെഗറ്റീവ് വാർത്തകളും പരാതികളും മാത്രം കേട്ടാൽ നമ്മുടെ മനസ്സ് ഉറപ്പായും ക്ഷീണിക്കും. നമ്മുടെ മനസ്സ് ക്ഷീണിക്കൂലേ എല്ലാ ദിവസവും നെഗറ്റീവ് വാർത്തകൾ തന്നെ കേട്ടുകൊണ്ടിരുന്നാൽ? 4th വൺ, വിഷ്വലൈസേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ആദ്യം നമ്മൾ മനസ്സിൽ കാണണം. 1 തവണയല്ല, 2 തവണയല്ല, നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കണം. കുറേ കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിക്കും. വിഷ്വലൈസേഷൻ്റെ പവർ വളരെ വളരെ അപാരമാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ എത്ര തകർന്നെന്നിരിക്കട്ടെ, നിങ്ങൾ എത്ര പ്രാവശ്യം ലൈഫിൽ വീണെന്നിരിക്കട്ടെ, ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കഥ ഇതോടെ അവസാനിച്ചിട്ടില്ല. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പെയിൻ നിങ്ങളുടെ നാളെയുടെ ഒരു പവർ ആകാം. നിങ്ങൾ ഇന്ന് കരയുന്നെങ്കിൽ അത് മറ്റൊരാൾക്ക് നാളെ നൽകാൻ പറ്റുന്ന ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ആകാം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിൻ്റെ ശക്തിയെ അപാരമായി ഉപയോഗിക്കുക. നെൽസൺ മണ്ടേല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഓൾവേസ് സീംസ് ഇംപോസിബിൾ അണ്ടിൽ ഇറ്റ്സ് ഡൺ. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ചെറുതായി കാണരുത്. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. ഈ കാര്യങ്ങളൊക്കെ അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, വിഷ്വലൈസേഷൻ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഗ്രൂപ്പ് സെഷൻസും പേഴ്സണൽ സെഷൻസും എടുത്തു കൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ എൻ്റെ സ്റ്റുഡൻസിനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. സോ നിങ്ങൾ ഓർക്കുക, ആദ്യം മാറേണ്ടത് നമ്മുടെ സാഹചര്യമല്ല, നമ്മുടെ മനസ്സാണ്. മനസ്സ് തോറ്റാൽ ജീവിതം ഉറപ്പായും തോൽക്കും. നേരെ മറിച്ച് മനസ്സ് ജയിച്ചാൽ നമ്മൾ ലൈഫിൽ ഉറപ്പായും നിങ്ങൾ വിജയിക്കും. അപ്പോൾ നമ്മൾ മനസ്സിനെ കൂട്ടുപിടിക്കുക. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി നിങ്ങൾ ഉറപ്പായും നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ മാക്സിമം സക്സസ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കും. ജോസഫ് മർഫി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ ഈ കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന മനസ്സ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്? ബോധതലത്തിനും അപ്പുറത്തുള്ള ഒരു മനസ്സാണ്. എന്താണ്? ഉപബോധ മനസ്സ്. സബ് കോൺഷ്യസ് മൈൻഡ് ഒരു മണ്ണ് പോലെയാണ്. നമ്മൾ എന്തു വിതയ്ക്കുന്നുവോ അതാണ് അവിടെ വളരുന്നത്. നിങ്ങൾ ദിവസവും നല്ല കാര്യങ്ങൾ, എനിക്ക് പറ്റും, ഞാൻ ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ വിജയിക്കും. നേരെ മറിച്ച് എനിക്ക് കഴിയില്ല, എൻ്റെ ജീവിതം മോശമാണ്, എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് അവയെ സത്യമായി സ്വീകരിക്കും.
അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനോട് പറയുന്ന വാക്കുകൾ ഉറപ്പായും ശ്രദ്ധിക്കണം. എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം, എനിക്ക് കഴിയും, എന്നിലേക്ക് നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതുപോലെ തന്നെ സ്വീകരിക്കും. Joseph Murphy said, "Whatever you impress on your subconscious mind is expressed on the screen of space as condition, experience and event." എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് മനസ്സിലായോ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി നമ്മൾ നിരന്തരം വിശ്വസിക്കുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളായി മാറും. നമ്മുടെ ജീവിതത്തിൽ അത് ഉറപ്പായും സംഭവിക്കും. ഒരുപാടുമുള്ള ആളുകളെ ആ സീക്രട്ട് ബുക്ക് എന്ത് പഠിപ്പിച്ചു? ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ചു. അതായത് നമ്മൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതിലേക്കാണ് നമ്മുടെ എനർജി മൊത്തം പോകുന്നത്. ഫിയറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ കൂടുതൽ ഫിയർ വരും. പ്രോബ്ലംസിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ ഭാരമായി തോന്നും. പക്ഷേ അതിനു പകരം നമ്മൾ ഹോപ്പ്, കോൺഫിഡൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നല്ല അവസരങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. റോണ്ട ബേൺ സെഡ്, യുവർ തോട്ട്സ് ബിക്കംസ് തിങ്സ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ ഉറപ്പായും നമ്മുടെ ലൈഫിൽ നടക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്താണ് നിരന്തരം നിങ്ങൾ ഈ നിമിഷത്തിൽ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അപ്പോൾ തന്നെ അതിനെ ക്യാൻസൽ ചെയ്ത് വിട്ട് അതിന് പകരം നല്ല പോസിറ്റീവ് തോട്ട്സ് ബോധപൂർവം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നേയിരിക്കണം. വിശ്വസിക്കൂ, ടുഡേ ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ. എന്താണ് ടുഡേ ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ? സംതിങ് ഗുഡ് ഈസ് കമ്മിങ് ഫോർ മീ. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ലൈഫ്. നിങ്ങൾ ആദ്യം നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. ക്രമേണ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈൻഡ് മാറുമ്പോൾ, യഥാർത്ഥത്തിൽ മൈൻഡ് മാറുമ്പോൾ എനർജി മാറുമ്പോൾ നമ്മുടെ ജീവിതവും ഉറപ്പായും മാറും. അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡ് മാറുമ്പോൾ ഉറപ്പായും നിങ്ങൾ ഓർക്കണം, നമ്മുടെ മനസ്സ് മാറുമ്പോൾ നമ്മുടെ ജീവിതം ഉറപ്പായും മാറും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒരു പവർഫുൾ എനർജിയാണ്. നന്ദിയുള്ള മനസ്സ് കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഹാർട്ട് ഇന്നും ബീറ്റ് ചെയ്യുന്നു, നിങ്ങൾ ശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഒരു നല്ലൊരു ജീവിതമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. അതിനൊക്കെ നിങ്ങൾ നന്ദി പറയാറുണ്ടോ? നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള കാര്യത്തിനൊക്കെ നമ്മൾ നന്ദി പറയാൻ തുടങ്ങണം. ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങണം. പിന്നെ നമ്മൾ ബാക്കി അഫർമേഷനും വിഷ്വലൈസേഷനും ബാക്കി ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉറപ്പായും വിജയിക്കാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡിന് ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം പൂർണ്ണമായി തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കും അത് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഭയങ്കര സന്തോഷമുള്ളൊരു വ്യക്തി, നിങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ സക്സസ്ഫുൾ ലൈഫിൽ വിജയിച്ച ഒരാളായി നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കണം. മനസ്സിൽ ഒരു ചിത്രം ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കണം. പോകെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും നടക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇമാജിനേഷൻ ഈസ് എവ്രിതിങ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ചെടിക്ക് വെള്ളം കൊടുത്താൽ അത് വളരും. അങ്ങനെ തന്നെയാണ് ഫിയർ. നമ്മൾ ഡെയിലി ദിവസവും ഫിയർ കൊടുത്താൽ ഉറപ്പായിട്ടും എന്ത് വളരും? അത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? കോൺഫിഡൻസ്, ഹോപ്പ് തുടങ്ങിയ നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ലൈഫ് ഉറപ്പായും മാറും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ലെവൽ മാറുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഇന്ന് എത്ര തകർന്ന് തരിപ്പിടമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പുതിയ ബിലീഫ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്തു നോക്കൂ. പുതിയ ജീവിതം ഉറപ്പായിട്ടും തുടങ്ങും.
ഞാൻ അനുദിനം വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിൽ പറയൂ. ഞാൻ വളരെ ശക്തനാണ്, എന്നെക്കൊണ്ട് എല്ലാം കഴിയും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിജയിക്കും. വാക്കുകൾക്ക് അപാരശക്തിയാണ്. അപ്പോൾ ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ചിന്തകളിൽ നിന്ന് തുടങ്ങണം. പിന്നെ വാക്കുകൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മുടെ വിധീനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. നമ്മുടെ വിധി എഴുത്തുകാർ ആരാണ്? മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, വിഷ്വലൈസേഷൻ ചെയ്യണം, അഫർമേഷൻസ് നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. നെഗറ്റീവ് തോട്ട്സിനെ സ്റ്റോപ്പ് ചെയ്യുക. പോകെ പോകെ നമ്മുടെ മനസ്സ് അറിയാണ്ട് മാറും. മനസ്സ് മാറുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ ദി മൈൻഡ് ഈസ് എവറിത്തിങ് വാട്ട് യു തിങ്ക് യു ബിക്കം. മൈൻഡ് ഈസ് എവറിത്തിങ് വാട്ട് യു തിങ്ക് യു ബിക്കം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തുള്ള ആളുകൾ അല്ല. എനിക്ക് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് കഴിയും എന്ന് പറയുക. നമ്മുടെ മനസ്സിനെ നമ്മൾ ശരിക്കും ഒന്ന് വിശ്വസിക്കുക. താങ്ക് യു സോ മച്ച്.